ഹലോ, ചാപ്റ്റർ 8 ഗ്രൂപ്പിംഗ് ആൻഡ് ഷെയറിംഗ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ ആദ്യം തന്നെ ആ പോർഷൻ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. ആ വീഡിയോയിൽ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Let us share. Wow, gulab jamuns. I wish I could eat them all. Please no, I also want to eat. Let us share them equally. But how? ഇവിടെ ഒരു പ്ലേറ്റിൽ നിറയെ ഗുലാബ് ജാമുൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി പറയാം ഐ വാണ്ട് ടു ഈറ്റ് ദം ഓൾ. അപ്പം മറ്റേ കുട്ടി പറഞ്ഞു നോ നോ ഐ ഓൾസോ വാണ്ട് ടു ഈറ്റ്. അപ്പം നമുക്കത് ഷെയർ ചെയ്യാം. എങ്ങനെയാണ് രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം? I will share one by one. See, one for you and one for me. ഒന്ന് ഈ പ്ലേറ്റിൽ വെച്ചു, ഒന്ന് ഈ പ്ലേറ്റിൽ വെച്ചു. ഇവിടെ ബാക്കി ഇപ്പം എത്ര ഉണ്ട്? ഇനീഷ്യലി അത് 1, 2, 3, 4, 5, 6, 7, 8 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോന്ന് രണ്ടുപേരും എടുത്തപ്പോൾ ബാക്കി എത്രയായി? 1, 2, 3, 4, 5, 6. 6 ഗുലാബ് ജാമുൻസ് ബാക്കിയുണ്ട്. Take one more now. 2 for you, 2 for me. അപ്പോൾ ഇനി രണ്ടുപേരും ഓരോന്ന് വീതം കൂടി എടുത്തു. ഇപ്പം അവരുടെ പ്ലേറ്റിൽ ഒരാൾക്ക് 2, അടുത്ത ആൾക്ക് 2. ഇപ്പം ഇവിടെ എത്രയാണ് ബാക്കിയുള്ളത്? 1, 2, 3, 4. ഇനി ആ 4ൽ നിന്ന് ഓരോന്ന് കൂടി അവരെടുത്തു. ഇപ്പം രണ്ടുപേരുടെയും പ്ലേറ്റിൽ എത്രയായി? 3, 3. ഇവിടെ ബാക്കി 1, 2. ഇനി അതും ഹാഫ് ആക്കി അവരുടെ പ്ലേറ്റിൽ എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? രണ്ടുപേർക്കും ഈക്വൽ നമ്പർ ഓഫ് ഗുലാബ് ജാമുൻസ് ആയി. 4 for you, 4 for me. Now they are divided equally. Yes, Bhaiya, I cannot wait to eat 4 gulab jamuns. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ വലിയ നമ്പറിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിനാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. മുന്നത്തെ വീഡിയോയിൽ മൾട്ടിപ്ലിക്കേഷനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ ഡിവിഷൻ എന്ന കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. How many gulab jamuns were there in total? എത്രയായിരുന്നു? ടോട്ടൽ 8 number of gulab jamuns ഉണ്ടായിരുന്നു. Have they shared equally? രണ്ടുപേർക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ഗുലാബ് ജാമുൻസ് ആണോ കിട്ടിയത്? Yes. How many gulab jamuns did each of them get? ഓരോരുത്തർക്കും എത്ര വീതമാണ് കിട്ടിയത്? 4. അപ്പോൾ 8നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 4 and 4. 4 plus 4 equal to 8. Let us do. Complete Ridu's art and craft project by drawing 12 bindis equally on 2 ice cream cones as cherries. ഇവിടെ കുറെ ബിന്ദീസ് തന്നിട്ടുണ്ട്. ഈ ബിന്ദീസിനെ ഇതിൽ ഈക്വൽ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ നേരത്തെ അവർ ചെയ്ത പോലെ ചെയ്യാം. നമുക്ക് ആദ്യം ഇവിടുന്ന് 2 എണ്ണം എടുക്കാം. എന്നിട്ടോ 1 ഇവിടെ വെക്കാം, 1 ഇവിടെയും വെക്കാം. ഇനി അടുത്ത 2 എണ്ണം എടുത്തിട്ട് 1 here, 1 here. ഇനിയോ അടുത്ത 2 എണ്ണം എടുത്തു, 1 here, 1 here. ഇനി അടുത്ത 2 എണ്ണം എടുത്തു, 1 here, 1 here. അടുത്ത 2 എണ്ണം എടുത്തു, 1 here, 1 here. ഇനി 2 എണ്ണം കൂടി ബാക്കിയുണ്ടല്ലേ? ലാസ്റ്റ് അതും കൂടി എടുത്തു, 1 here and 1 here. ഇപ്പൊ ടോട്ടൽ 12 ബിന്ദീസ് ഉണ്ടായത് ഈക്വലി 2 ഐസ്ക്രീം കോണിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓരോന്നിലും എത്ര വീതമുണ്ട്? 1, 2, 3, 4, 5 and 6. 6 bindis here. 1, 2, 3, 4, 5, 6. 6 bindis here. അപ്പോൾ 12നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 6 and 6 ആണ് കിട്ടാൻ പോകുന്നത്. 6 plus 6 equal to 12. Pooja has 2 plates. Each plate has a different number of laddus in it. Help her divide the laddus equally in 3 plates. ഈ 2 പ്ലേറ്റിലുള്ള ലഡൂസിനെ 3 പ്ലേറ്റുകളായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര ലഡൂസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ടോട്ടൽ 12 ലഡൂസ് ഉണ്ട്. ഇതിനെ നമുക്ക് ഈക്വൽ ആയിട്ട് 3 പ്ലേറ്റിലേക്കും ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം തന്നെ
ഈ ഒരു 3 ലഡൂസ് എടുക്കാം. എന്നിട്ട് ഒന്നൊരു പ്ലേറ്റിൽ വെക്കാം, ഒന്നൊരു പ്ലേറ്റിൽ വെക്കാം, ഒന്നൊരു പ്ലേറ്റിൽ വെക്കാം. അപ്പൊ 3 ലഡൂസ് തീർന്നേ. ഇനി അടുത്ത 3 ലഡൂസ് എടുക്കാം. എന്നിട്ട് അത് ഒന്നിവിടെ വെക്കാം, ഒന്നിവിടെ വെക്കാം, ഒന്ന് ഇവിടെയും വെക്കാം. ഇനി ഇവിടെ ഒരു ലഡു ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ലഡു എടുക്കാം, അതിന്റെ കൂടെ ഇവിടുന്ന് 2 ലഡൂസും കൂടി എടുക്കാം. എന്നിട്ടോ ഒന്നിവിടെ വെക്കാം, ഒന്നിവിടെ വെക്കാം, ഒന്നിവിടെയും വെക്കാം. ഇനി ബാക്കി എത്രയാണുള്ളത്? 1 2 3 ലഡൂസ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് അതും കൂടി എടുത്തിട്ട് ഒന്നിവിടെ, ഒന്നിവിടെ, ഒന്നിവിടെ വെക്കാം. ലഡൂസിനൊക്കെ നന്നായിട്ട് കളർ ചെയ്ത് ഭംഗിയാക്കണം കേട്ടോ. ഇപ്പോ ഓരോ പ്ലേറ്റിലും എത്ര ലഡു വീതമുണ്ട്? 1 2 3 4 ലഡൂസ്. ഇവിടെയോ 1 2 3 4 ലഡൂസ്. ആൻഡ് ഹിയർ ഓൾസോ 1 2 3 4 ലഡൂസ്. അപ്പൊ 12നെ ഈക്വൽ ആയിട്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും 4 4 4 ആണ്. That means 4 plus 4 plus 4 equal to 12. How many groups? Hi, I'm Garima. I have 20 star-shaped beads and I will use 5 beads to make each bracelet. ഈ കുട്ടി ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഈ കുട്ടിയുടെ കയ്യിൽ 20 ബീഡ്സ് ഉണ്ട്, സ്റ്റാർ ഷേപ്ഡ് ബീഡ്സ്. ആ കുട്ടി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഓരോ ബ്രേസ്ലെറ്റിലും 5 വീതമാണ് ബീഡ്സ് എടുക്കാൻ പോകുന്നത്. Look, one bracelet is ready. Isn't it beautiful? അപ്പൊ എന്താ ചെയ്തത്? 5 ബീഡ്സ് എടുത്തു. 1 2 3 4 5. 5 ബീഡ്സ് എടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. ഇനിയിപ്പോ ബാക്കി എത്രയാണുള്ളത്? 20ൽ നിന്ന് 5 പോയി കഴിഞ്ഞപ്പോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 15. അപ്പൊ 15 ബീഡ്സ് ആണ് ഇപ്പൊ ബാക്കിയുള്ളത്. ഇനി ഇതിൽ നിന്ന് 5 ബീഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേസ്ലെറ്റ് കൂടി ഉണ്ടാക്കാലോ. See, I have made 2 bracelets. ഇപ്പൊ 2 bracelets ഉണ്ടാക്കിയിട്ടുണ്ട്. Now 10 beads are left. 10 beads യൂസ് ചെയ്തു. ബാക്കിയുള്ളത് 10 beads ആണ്. Let us see how many more we can make. Yay! 3 bracelets are ready. അതിൽ നിന്ന് വീണ്ടും 5 ബീഡ്സ് എടുത്തു. ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ടാക്കി. ഇപ്പോൾ 1 2 and 3 ബ്രേസ്ലെറ്റ് ആയി. 5 ബീഡ്സ് ബാക്കിയായി. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ടാക്കി. ഇപ്പോൾ 1 2 3 4 ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? 20നെ ഈക്വൽ ആയിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓരോന്നിലും എത്ര വീതമാണ് വരുന്നത്? 5 5 5 and 5. 20യെ 4 ടൈംസ് ഈക്വലി ഡിവൈഡ് ചെയ്താൽ ഓരോന്നും 5 ആയിരിക്കും കിട്ടുന്നത്. That means 5 plus 5 plus 5 plus 5 equal to 20. Let's make. Each string has 7 beads. ഇവിടെ ഒരു സ്ട്രിംഗ് ഉണ്ട്. ഇതിൽ 1 2 3 4 5 6 7 ബീഡ്സ് ഉണ്ട്. How many strings can we make with 21 beads? ഇവിടെ 21 ബീഡ്സ് തന്നിരിക്കുകയാണ്. അപ്പോൾ എത്ര സ്ട്രിങ്സ് ഉണ്ടാക്കാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കാം. 1 2 3 4 5 6 7 ബീഡ്സ് ഉപയോഗിച്ച് ഒരു സ്ട്രിങ് ഉണ്ടാക്കാം അല്ലേ. അടുത്ത 7 ബീഡ്സ് ഉപയോഗിച്ച് ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ടാക്കാം. അടുത്ത 7 ബീഡ്സ് ഉപയോഗിച്ച് ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ടാക്കാം. അപ്പൊ എത്ര സ്ട്രിങ് ആയി? 1 2 and 3. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രിങ്സ് 3. അഗെയിൻ അതുപോലെയുള്ള അടുത്ത പ്രോബ്ലം ആണ്. There are 54 flowers. Join 9 flowers to make 1 bracelet. ഇവിടെ 54 ഫ്ലവേഴ്സ് ഉണ്ട്. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണം. ഓരോ ബ്രേസ്ലെറ്റിലും 9 ഫ്ലവേഴ്സ് വേണം. എത്ര ബ്രേസ്ലെറ്റ് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം 1 2 3 4 5 6 7 8 9 ഇത്രയും എടുത്ത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി. ഇനിയോ 1 2 3 4 5 6 7 8 9 ഇത്രയും ആയപ്പോഴേക്ക് അടുത്ത ബ്രേസ്ലെറ്റ് റെഡി. അപ്പോൾ 1 1 ഇനി ഇവിടെ ഉണ്ട് 1 2 3 4
5 6 7 8 9 ഇവിടെ ആയപ്പോഴേക്ക് അടുത്ത ബ്രേസ്ലെറ്റും റെഡി. ഇനി 1 2 3 4 5 6 7 8 9 ഇവിടെ ആയപ്പോഴേക്ക് അടുത്ത ബ്രേസ്ലെറ്റ് റെഡിയായി. 1 2 3 4 5 6 7 8 9 അടുത്ത ബ്രേസ്ലെറ്റും റെഡി. 1 2 3 4 5 6 7 8 9 അടുത്ത ബ്രേസ്ലെറ്റും റെഡിയായി. അപ്പൊ ടോട്ടൽ എത്ര ബ്രേസ്ലെറ്റ് ആയി? 1 plus 1 plus 1 plus 1 plus 1 plus 1 equal to 6. 6 bracelets ആയല്ലേ? How many bracelets can we make with 54 flowers? 6 bracelets. There are 25 roses. 5 roses can be placed in one vase. How many vases are needed for placing 25 roses? Total 25 roses ഉണ്ട്. ഒരു വാസിൽ 5 റോസ് വെക്കാം. അപ്പൊ നമുക്ക് എത്ര വാസ് വേണം? 1 2 3 4 5 ഇത്രയും ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വാസിൽ വെക്കാം. 1 2 3 4 5 ഇത്രയും ഉപയോഗിച്ച് അടുത്ത വാസിൽ വെക്കാം. ഇനി 1 2 3 4 5 ഇത്രയും ഉപയോഗിച്ച് അടുത്ത വാസിൽ വെക്കാം. 1 2 3 4 5 ഇത്രയും ഉപയോഗിച്ചിട്ട് അടുത്ത വാസിലും വെക്കാം. ബാക്കി ഇത് 1 2 3 4 5 അപ്പോൾ എത്രയായി? 1 2 3 4 5 5 vases are needed. 25 flowers-നെ ഓരോന്നിലും 5 വീതം അറേഞ്ച് ചെയ്താൽ 5 vases വേണം. There are 27 candles. Put them equally in 3 boxes. How many candles will be in each box? നമുക്ക് 27 candles ഉണ്ട്. ഇതിനെ 3 ബോക്സസിലായിട്ട് ഫിൽ ചെയ്യണം. അപ്പോൾ ഓരോ ബോക്സിലും എത്ര എണ്ണം വീതം ഉണ്ടാവും? നമുക്ക് ആദ്യം 3 എടുക്കാം. എല്ലാത്തിലും ഓരോന്ന് വീതം വെക്കാം. ഇനി അടുത്തത് 3 എടുക്കാം. ഓരോന്നിലും ഓരോന്ന് വീതം വെക്കാം. ഇനി അടുത്ത 3 അങ്ങനെ 3 ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ഇവിടെ അടുത്ത 3 ഇനി അടുത്ത 3 അടുത്ത 3 അടുത്ത 3 നെക്സ്റ്റ് 3 എത്ര ഗ്രൂപ്പുകളായി? ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്, 4 5 6 7 8 and 9. So 9 groups of 3 candles. അപ്പോൾ ഇതിൽ ഓരോന്നിലും എത്ര വീതമാണ് ഉണ്ടാവുക? 9 candles. There will be 9 candles in each box. A tailor puts 6 buttons on one shirt. Here are 30 buttons. ഒരു ടൈലർ 6 buttons ആണ് ഒരു ഷർട്ടിൽ വെക്കുന്നത്. ഇവിടെ 30 buttons തന്നിട്ടുണ്ട്. ഇത് എത്ര ഷർട്ട്സിന് വേണ്ടി ഉപയോഗിക്കാം? എന്താണ് ഈസി വേ? നമുക്ക് 6 ബട്ടൺസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ 6 ബട്ടൺസിന്റെ ഒരു ഗ്രൂപ്പായി. ഇനിയോ 1 2 3 4 5 6 അടുത്ത ഗ്രൂപ്പായി. 1 2 3 4 5 6 അടുത്ത ഗ്രൂപ്പായി. 1 2 3 4 5 6 6ന്റെ അടുത്ത ഗ്രൂപ്പായി. 1 2 3 4 5 6 അടുത്ത ഗ്രൂപ്പായി. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4 and 5. അപ്പോൾ എത്ര ഷർട്ട്സിന് ഉപയോഗിക്കാം ഇത്? Tailor will be able to put 30 buttons on 5 shirts. Share 24 bananas equally among 3 monkeys. ഇവിടെ 24 bananas ഉണ്ട്. അത് ഈക്വലി നമുക്ക് എങ്ങനെയാണ് 3 monkeysന് വേണ്ടി കൊടുക്കാൻ പറ്റുക? ഇവിടെ ഓരോ ബഞ്ചിലും എത്ര ബനാന വീതം ഉണ്ട്? 1 2 3 ഓരോ ബഞ്ചിലും 3 ബനാനാസ് ആണുള്ളത്. അപ്പൊ നമുക്ക് 3 monkeysനാണ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ബഞ്ച് എടുത്താൽ ഓരോരുത്തർക്കും ഓരോന്ന് വീതം കൊടുക്കാം. സോ ആദ്യം ഇതിനൊരു ഗ്രൂപ്പ് ആക്കാം, പിന്നെ ഇതിനൊരു ഗ്രൂപ്പ് ആക്കാം, പിന്നെ ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ് ആൻഡ് ഇതൊരു ഗ്രൂപ്പ്. കാരണം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമുക്ക് ഓരോന്ന് വീതം ഓരോ monkeysനും കൊടുക്കാൻ പറ്റും. Each monkey will get dash bananas. എത്രയാണ്? 1 2 3 4 5 6 7 8.
8 bananas. ഓരോ ഗ്രൂപ്പ് എടുക്കുമ്പോഴും ഓരോന്ന് വീതം അവർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 8 bunches ഉണ്ട്. അപ്പോൾ അവർക്ക് 8 bananas വീതമാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനിലൂടെ നമ്മൾ ഡിവിഷന്റെ ബേസിക്സ് ആണ് പഠിക്കുന്നത്. ആദ്യം ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് വരുന്ന ചാപ്റ്ററുകളിലായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഡിവിഷൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു നോക്കുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.